ഞാൻ ഒരിക്കലും സുരേഷ് ഗോപിയുടെ കാര്യത്തിൻ്റെ അകത്ത് അവിടെ ഒരു ശബരിമല ഇമ്പാക്റ്റ് വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല. അവിടെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം തന്നെയാണ് 2028% വോട്ട് കിട്ടാൻ കാരണം. ഇതിനകത്ത് നോക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, അവിടെ ഉള്ളത് 42% ന്യൂനപക്ഷ വോട്ടുകളാണ്. 42% ന്യൂനപക്ഷ വോട്ട് എന്ന് പറയുമ്പോൾ എത്രയാണ്? 17% മുസ്ലിം വോട്ടുള്ളൂ, 25% ക്രിസ്ത്യൻ വോട്ടാണ്. 25%ആണ് ക്രിസ്ത്യൻ വോട്ട്. അപ്പൊ 25% 25% 17 മുസ്ലിമും. അവിടെ ന്യൂനപക്ഷ വോട്ടാണ്. ന്യൂനപക്ഷ വോട്ട് 42%. അതിൽ 17% മുസ്ലിം വോട്ടും 25% ക്രിസ്ത്യൻ വോട്ടും. അതിൻ്റെ അത് ഇപ്രാവശ്യം അവിടെ ഘടകമാകാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യം ന്യൂനപക്ഷ വോട്ട് എൻ്റെ ഭാഗത്തുനിന്ന് എത്ര ശതമാനം BJPക്ക് കിട്ടും എന്നുള്ളതാണ്. അല്ലല്ല പറയട്ടെ, 28% ഹിന്ദു വോട്ട് ഓൾറെഡി BJPക്ക് കിട്ടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ 28% വോട്ട് BJPക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ബാക്കി വരുന്ന 42% വരുന്ന ന്യൂനപക്ഷ വോട്ടിൽ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ വോട്ട് 25%-ൻ്റെ 6%-ഓ 7%-ഓ വോട്ട് ഈ സുരേഷ് ഗോപിക്ക് അനുകൂലമായി പോൾ ചെയ്തിട്ടുണ്ട്. ഈ സുരേഷ് ഗോപി അവിടെ ജയിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ന്യൂനപക്ഷ വോട്ട് എന്ന് പറയും മുസ്ലിം വോട്ട് വളരെ തുച്ഛമായിട്ടായിരിക്കും കിട്ടാൻ സാധ്യത. കിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ വെച്ചോളൂ. അത് കിട്ടില്ല. പക്ഷേ 25% വരുന്ന 25% വരുന്ന ക്രിസ്ത്യൻ വോട്ടിൽ നിന്ന് 6%-ഓ 7%-ഓ വോട്ട് കിട്ടിയാൽ മാത്രമേ സുരേഷ് ഗോപിക്ക് ജയിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വേറെ ഒരു ഓപ്ഷൻ എന്താണ്, 58% വരുന്ന ഹിന്ദു വോട്ടിൽ നിന്നും കൂടുതൽ 12% കിട്ടണം. 12% കൂടി കിട്ടണം. 12% കൂടുതൽ കിട്ടണം. 12% ഹിന്ദു വോട്ടുകൾ സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിൽ സുരേഷ് ഗോപി ജയിക്കുകയാണെങ്കിൽ ക്രിസ്ത്യൻ വോട്ട് സുരേഷ് ഗോപിക്ക് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ BJPക്ക് പോയിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ആശങ്ക വേണ്ട. അതായത് 6% എന്ന് പറയുമ്പോൾ 60,000-ഓളം ക്രിസ്ത്യൻ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട് പോൾ ചെയ്യപ്പെടണം. 60,000. അതാണ് ഡിസിസീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അതിന് 1,20,000 വരുന്ന വോട്ട് വേണം സുരേഷ് ഗോപിക്ക് അവിടെ ജയിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ അകത്ത് 60,000 വോട്ട് വന്നാൽ അത്രയും ഡിപ്പ് മറ്റേ ആൾ TN പ്രതാപന്റെ കഴിഞ്ഞ പ്രാവശ്യം വോട്ട് കിട്ടിയത് 1,20,000 മാർജിൻ നിന്ന് 60,000 ഡിപ്പ് ഉണ്ടായിട്ട് സുരേഷ് ഗോപിക്ക് അത്രയും ഉയർച്ച മേലേക്ക് വരണം. എങ്കിൽ മാത്രമേ അത്ര വ്യത്യാസം വരാൻ വഴിയുള്ളൂ. ഓക്കെ, സോ ഇതാണ് തൃശ്ശൂരിൻ്റെ കണക്കുകൾ നമ്മളോട് പറയുന്നത്. കണക്കുകൾ സുരേഷ് ഗോപിക്ക് ഒരു കനത്ത വെല്ലുവിളിയാണ്. പക്ഷേ എപ്പോഴും അത്ര അസാധ്യമല്ല, ഇമ്പോസിബിൾ അല്ല സുരേഷ് ഗോപിക്ക് എന്ന് പറയുന്നു. പക്ഷേ അപ്പോഴും ഒരു സ്ലൈറ്റ് എഡ്ജ് കെ മുരളീധരനും സുനിൽകുമാറിനും ഈക്വലായിട്ട് വരാം. ആര് വിജയിച്ചാലും വളരെ തിന്മാർഗം. അരുൺ, ഞാനൊന്ന് കൂട്ടിച്ചേർത്തോട്ടെ. ഞാൻ ഈ ആന്റോ അഗസ്റ്റിൻ പറയുന്നതിനോട് പൂർണ്ണമായും വിയോജിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഈ മണിപ്പൂർ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ലോക്സഭാ മണ്ഡലം ഏതാണ്? അത് തൃശ്ശൂരാണ്. മണിപ്പൂർ മാത്രമല്ല, ഈ രാജ്യത്ത് പലയിടങ്ങളിലായി ക്രിസ്ത്യൻ പള്ളികൾ തകർക്കപ്പെട്ടത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ലോക്സഭാ മണ്ഡലം ഏതാണ്? അതും തൃശ്ശൂരാണ് എന്നുള്ളതാണ്. നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരു കൺസോളിഡേറ്റഡായി ക്രിസ്ത്യൻ വോട്ടുള്ള ഒരു ലോക്സഭാ മണ്ഡലം എന്നുള്ള നിലയിൽ അവിടെയുള്ള ബിഷപ്പുമാരിലൂടെയാണ് നമ്മൾ പലപ്പോഴും ഈ പ്രസ്താവനകൾ കണ്ടത്. സിറോ മലബാർ സഭ മണിപ്പൂരിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഒരു ജനോസൈഡ് എന്നാണ്. വെറും ഒരു ജനോസൈഡ് എന്നല്ല, എന്താണോ ഗുജറാത്തിൽ നടന്നത് അതിന് സമാനമായ ഒരു ജനോസൈഡാണ് മണിപ്പൂരിൽ നടന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ കത്തോലിക്ക സഭ എന്ന് പറയുന്ന സിറോ മലബാർ സഭയുടെ മുഖപത്രം ഉണ്ടല്ലോ, അത് മറക്കില്ല മണിപ്പൂർ എന്ന് പറഞ്ഞൊരു മുഖപ്രസംഗം എഴുതിയിട്ടുള്ളത് കൃത്യമായി സുരേഷ് ഗോപിയെയും BJPയെയും ലക്ഷ്യം വെച്ചുകൊണ്ടുകൂടിയാണ്. കാരണം അവിടെ സുരേഷ് ഗോപിയൊക്കെ തന്നെയും ക്രിസ്ത്യൻ വോട്ടുകളിൽ ഇൻറോഡ് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നു എന്ന് തിരിച്ചറിയുന്ന സമുദായം, അല്ലെങ്കിൽ സിറോ മലബാർ സഭ അതിൻ്റെ മുഖപത്രത്തിലൂടെ വളരെ കൃത്യമായി സഭാവാസികളോട്, സഭയിലെ അംഗങ്ങളോട് വളരെ കൃത്യമായ രീതിയിൽ സന്ദേശം നൽകുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആന്റോ അഗസ്റ്റിൻ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി എനിക്ക് തോന്നുന്നത് ഈ 2.93 എന്ന് പറയുന്ന ആ വലിയ കുതിച്ചുകയറ്റം സുരേഷ് ഗോപിയിലൂടെ ശബരിമലയുടെ കാര്യത്തിൽ കിട്ടിയത് തന്നെയാണ്. നമ്മൾ കാണേണ്ടത് 2019 വലിയൊരു അക്കിടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തൃശ്ശൂരിൽ സംഭവിച്ചിരുന്നു. രാജാജിക്കാണ് അവിടെ മത്സരിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുള്ളത്. നോക്കൂ, അതിനു മുമ്പ് CN ജയദേവൻ്റെ 42.27 നിന്ന് പെട്ടെന്ന് വോട്ട് കുത്തനെ കുറഞ്ഞ് 3.21 ആയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നോക്കൂ, നമ്മൾ അവിടെ ആ സമയത്ത് കാണേണ്ട UDFന് അനുകൂലമായിട്ടുള്ള ഫാക്ടേഴ്സ് എന്നാണ്. രാഹുലുണ്ട്, ശബരിമലയുണ്ട്, TN പ്രതാപൻ ഒരു
ഒരു നിയമസഭാംഗം എന്നുള്ള നിലയിൽ ഈ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് തന്നെ വലിയ നിലയിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ഒരു XMLA ആണ്. അതുപോലെ തന്നെ സുരേഷ് ഗോപി ജയിക്കുമോ എന്നുള്ള തോന്നലിൽ ഒരുപക്ഷെ സമുദായ പിന്തുണയുണ്ട്. കോസ്റ്റൽ ബെൽറ്റിന്റെ കോസ്റ്റൽ ബെൽറ്റിന്റെ പിന്തുണ എക്സ്ട്രാ ലഭിക്കുന്നുണ്ട്. സുരേഷ് ഗോപി ജയിക്കുമോ എന്നുള്ള തോന്നലിന്റെ അടിസ്ഥാനത്തിൽ കുറേയധികം സെക്യുലർ വോട്ട് ജയിക്കാനിടയുള്ള സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ TN പ്രതാപന് വന്നിട്ടുണ്ട്. ഈ ഫാക്ടേഴ്സ് ഒന്നും ഇത്തവണ ഇല്ല. ഇന്ന് CPIക്ക് രാജ്യത്ത് തന്നെ മത്സരിക്കുന്ന ഏറ്റവും നല്ല മികച്ച സ്ഥാനാർത്ഥി തൃശ്ശൂരാണുള്ളത്, സുനിൽകുമാറാണുള്ളത്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ വോട്ട് സുരേഷ് ഗോപിക്ക് പോകില്ല എന്നുണ്ടെങ്കിൽ അത് ഒറ്റയ്ക്ക് കെ മുരളീധരന് കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. സുരേഷ് ഗോപിൻ്റെ വ്യക്തിപ്രഭാവമാണെന്ന് ഞാൻ പറയാൻ കാരണം എന്ന് പറയുന്നത് 2029 അസംബ്ലി മണ്ഡല ഇലക്ഷൻ തൃശ്ശൂർ സുരേഷ് ഗോപി മത്സരിക്കുമ്പോൾ 40,457 വോട്ടാണ് കിട്ടിയത്. എന്ന് പറഞ്ഞാൽ 31.33%. പത്മജ വേണുഗോപാൽ അവിടെ കിട്ടിയത് 33.52%. പി ബാലചന്ദ്രൻ അവിടെ കിട്ടിയത് എത്രയാണെന്ന് പറയും 34.2%. എന്ന് പറഞ്ഞാൽ ആകെ ഈ പറഞ്ഞ ഡിഫറൻസിൽ ആകെയുള്ള 4,200 സംതിങ്, 4,000 താഴെ 3,800 സംതിങ് മാർജിനിലാണ് അവിടെ ജയിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ 31% സുരേഷ് ഗോപി ഈ പറഞ്ഞ ശബരിമല ഇമ്പാക്റ്റ് കഴിഞ്ഞിട്ട് നിർത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ശബരിമല ഇമ്പാക്റ്റിൽ മാത്രമല്ല സുരേഷ് ഗോപി പറഞ്ഞ 28% എത്തിയത്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം അങ്ങനെയാണെങ്കിൽ ഈ ഇമ്പാക്റ്റ് ചെയ്ത് ശബരിമല ഇമ്പാക്റ്റ് കഴിഞ്ഞ് 2029 നടക്കുന്ന ഇതൊന്ന് കേട്ടോളൂ. ഞാനത് കൃത്യമായി ക്രിസ്ത്യൻ വോട്ടിന്റെ കാര്യം പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ മടങ്ങി വരാം, എനിക്കൊരു ഇടവേള വേണം.